ഇന്ന് നോക്കുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പൊ ഈ പാർട്ടിലെ നമ്മൾ അടുത്തൊരു 5-6 റൂളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, തന്നിരിക്കുന്ന സബ്ജക്റ്റ് അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ, അൺകൗണ്ടബിൾ നൗണുകളാണ് സബ്ജക്റ്റ് ആയി വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. നമുക്ക് നൗണുകളെ രണ്ടായിട്ട് പറയാം. കൗണ്ടബിൾ നൗണുകളും ഉണ്ട്, അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗണുകളും ഉണ്ട്. എന്താണ് കൗണ്ടബിൾ നൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാൻ കഴിയുന്ന നാമങ്ങൾക്ക് പറയുന്ന പേരാണ് കൗണ്ടബിൾ നൗണ്. എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേര് അൺകൗണ്ടബിൾ നൗൺ. നമ്മളിവിടെ പറയുന്നത് ഇപ്പൊ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണെങ്കിൽ കൗണ്ടബിള്, എണ്ണാൻ കഴിയാത്തത് അൺകൗണ്ടബിൾ. നമ്മള് കൗണ്ടബിളിന് എക്സാമ്പിൾ ആപ്പിള്, ഓറഞ്ച്, സ്റ്റുഡന്റ്, ഇതെല്ലാം കൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിളിന് എക്സാമ്പിള് നോക്കിയേ, ന്യൂസ്, മണി, പോയട്രി, വാട്ടർ, സീനറി, ലഗേജ്, ബ്യൂട്ടി, സ്റ്റേഷനറി, ഫർണിച്ചർ, ഇൻഫർമേഷൻ, ടൈം, ഫുഡ്, വർക്ക്, ഇതെല്ലാം ഷുഗർ, എല്ലാം അൺകൗണ്ടബിളിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള അൺകൗണ്ടബിൾ നൗണുകൾ കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. നമ്മൾ മസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ പഠിച്ചിരുന്നു, MUSS. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മച്ച് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് സിംഗുലാറും തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും, ഇല്ലേ? അപ്പൊ മച്ചിനോടൊപ്പം വരുന്ന സബ്ജക്റ്റുകൾ എപ്പോഴും എന്തായിരിക്കും എന്ന് കൂടെ പറഞ്ഞു തന്നു, അൺകൗണ്ടബിൾ നൗണുകൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ MPP എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്, ഇല്ലേ? അപ്പൊ മെനി കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റും വെർബും പ്ലൂറൽ ആയിരിക്കും. ഇവിടെ വരുന്ന സബ്ജക്റ്റിന്റെ ഒക്കെ പ്രത്യേകത കൗണ്ടബിൾ നൗണുകളായിരിക്കും. ഓക്കെ, എന്നാ മാസ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? മാസ് മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഇവിടെ മച്ച് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സിംഗുലാർ ആയിരിക്കും, തുടർന്ന് വരുന്ന വെർബും സിംഗുലാർ. ഇവിടെ വരുന്ന സബ്ജക്റ്റുകളുടെ പ്രത്യേകത അൺകൗണ്ടബിൾ നൗണുകൾ ആയിരിക്കും. മച്ചിനോടൊപ്പം അൺകൗണ്ടബിളും മെനിയോടൊപ്പം കൗണ്ടബിളും ആണ് ചേരുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് അൺകൗണ്ടബിൾ നൗണുകൾ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. ഓക്കേ, നോക്കിയേ, ദ ഫർണിച്ചർ ഡാഷ് ഇമ്പോർട്ടഡ് ബൈ ദുബായ്. തന്നിരിക്കുന്നതില് വാസുണ്ട്, വേറുണ്ട്. ഏതെഴുതാം? വാസ് സിംഗുലാർ, വേറെ പ്ലൂറൽ ആണ്. ഫർണിച്ചർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. വാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത നോക്കിയേ, നോ ന്യൂസ് ഡാഷ് ഗുഡ് ന്യൂസ്. നോ ന്യൂസ് ഡാഷ് ഗുഡ് ന്യൂസ്. തന്നിരിക്കുന്നതില് ന്യൂസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഈസ് അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കേ ആണല്ലോ? അപ്പൊ ഒന്നാമത് നമ്മൾ പഠിച്ച ഒന്നാമത്തെ റൂള് അൺകൗണ്ടബിൾ നൗണുകൾ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. നോക്കിയേ, അടുത്ത റൂളാണ്. നമുക്കറിയാം കളക്റ്റീവ് നൗണുകൾ. കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, എന്നാൽ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കും. പഠിച്ച റൂള് പഠിച്ച്, കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. എന്താണ് ഈ കളക്റ്റീവ് നൗണ്? നൗണുകളുടെ കൂട്ടങ്ങൾക്ക് പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. നമ്മൾ എടുത്തിട്ടുണ്ട് ക്ലാസ്. ഓക്കെ, ഹേർഡ് ഓഫ് കൗസ്, കൗവിന്റെ കൂട്ടത്തിന് പറയുന്ന പേരാണ് ഹേർഡ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബനാന, കീസ്, ഫ്ലവർ, ഇതിന്റെയൊക്കെ കളക്ഷൻ ആണ് ബഞ്ച് എന്ന് പറയുന്നത്. അതേപോലെ ലിറ്റർ ഓഫ് പപ്പി, കിറ്റൺ, അതേപോലെ പിഗ്ലെറ്റ്, കബ്, ഇതിന്റെയൊക്കെ കളക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ലിറ്റർ ഓഫ് എന്ന് പറയുന്നത്. പ്രാണികളുടെ കളക്റ്റീവ് നൗൺ ആണ് സ്വാം ഓഫ് എന്ന് പറയുന്നത്. സ്വാം ഓഫ് ഇൻസെക്ട്, ഇൻസെക്ട് ആയിട്ട് വരുന്നത് ബീസ്, ഫ്ലൈസ്, കോക്രോച്ച് ഒക്കെ വരുന്നത് സ്വാം ഓഫ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ റൂള് കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എപ്പോഴും പ്ലൂറലും, എന്നാൽ വെർബുകള് സിംഗുലാറും ആയി. അടുത്ത റൂളാണ് നമ്മൾ പറഞ്ഞത്. നോക്കിയേ, എ ഹേർഡ് ഓഫ് കൗസ് ഡാഷ് ഇൻ ദി ഗ്രൗണ്ട്. കണ്ടല്ലോ, ഇവിടെ ഹേർഡ് ഓഫ് എന്ന് പറയുന്നത് കൗവിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ഹേർഡ് ഓഫ് കളക്റ്റീവ് നൗൺ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് കൗസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ. ഈസ് ഗ്രേസിംഗ് ഉണ്ട്, ആർ ഗ്രേസിംഗ് ഉണ്ട്. ഏതെഴുതും? ഈസ് സിംഗുലാർ, ആർ പ്ലൂറൽ ആണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഈസ് ഗ്രേസിംഗ് ഉത്തരമായിട്ട് വരുന്നത്.
അടുത്ത ചോദ്യം നോക്കിയേ. എ ഗ്യാങ് ഓഫ് റോബേഴ്സ് ഡാഷ് entered the house. കണ്ടല്ലോ, ഗ്യാങ് ഓഫ് റോബേഴ്സ് ഡാഷ് entered the house. അവിടെ ഗ്യാങ് ഓഫ് എന്ന് പറയുന്നത് റോബേഴ്സിന്റെ കളക്ടറാണ്. റോബറിന്റെ കളക്ടറാണ്. ഗ്യാങ് റോബറിക്ക് പോയ കള്ളന്മാര് പ്രിസണേഴ്സ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ആ കളക്ഷനോട് പഠിച്ചത്. ഗ്യാങ് റോബറിക്ക് പോയ കള്ളന്മാര് പ്രിസണേഴ്സ് ആയി. ഗ്യാങ് ഓഫിനകത്ത് വരുന്ന നൗണുകളാണ് റോബേഴ്സ്, പ്രിസണേഴ്സ്, തീവ്സ്. റോബേഴ്സ്, പ്രിസണേഴ്സ്, തീവ്സ്. ഗ്യാങ് റോബറിക്ക് പോയ കള്ളന്മാര് പ്രിസണേഴ്സ് ആയി. അങ്ങനെയായിരുന്നു ആ കളക്ഷനോട് നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഗ്യാങ് ഓഫ് കഴിഞ്ഞിട്ട് റോബേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഏത് തരം? ഹാസ് ആണ് ഉത്തരമായിട്ട് വരും. നമ്മൾ രണ്ടാമത് പറഞ്ഞ റൂള് എന്തെന്ന് പറഞ്ഞു? കളക്റ്റീവ് നൗൺ പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ. അടുത്ത റൂള് നോക്കി. അടുത്ത് ഇന്ന് പഠിക്കുന്ന മൂന്നാമത്തെ റൂളാണ്. ചില വാക്കുകൾ, ചില പ്രോനൗണുകളാണ്. ഇത്തരം വാക്കുകൾക്ക് പറയുന്ന പേര് പ്രൊനൗണുകൾ എന്നാണ്. എവരിവൺ, എവരിതിങ്, എവരിബഡി. വാക്കുകൾ ഏതൊക്കെയാണ്? എവരിവൺ, എവരിതിങ്, എവരിബഡി. സംവൺ, സംതിങ്, സംബഡി. എനിവൺ, എനിബഡി, എനിത്തിങ്. അതുപോലെ നോ വൺ, നോബഡി, നത്തിങ്, നണ്ണ്. വാക്കുകൾ ഒരു തവണ കൊണ്ട് പറഞ്ഞേ. എവരിവൺ, എവരിതിങ്, എവരിബഡി. അടുത്ത വാക്കാണെങ്കിലോ സംവൺ, സംതിങ്, സംബഡി. അടുത്ത വാക്കാണെങ്കിലോ എനിവൺ, എനിബഡി, എനിത്തിങ്. അടുത്ത വാക്ക് നോ വൺ, നോബഡി, നത്തിങ്, നണ്ണ്. ഇത്തരം സബ്ജക്റ്റുകൾ വരുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസുകളില് തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഈ വാക്കുകൾ വരുന്ന സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ സബ്ജക്റ്റ് ആയി വരുന്ന സെന്റൻസുകളില് ഉത്തരം സിംഗുലാർ ആയിരിക്കും. ഏതൊക്കെ വാക്കുകൾ? ഒരു തവണ നമ്മൾ പറഞ്ഞേ. എവരിവൺ, എവരിതിങ്, എവരിബഡി. സംവൺ, സംതിങ്, സംബഡി. എനിവൺ, എനിത്തിങ്, എനിബഡി. നോ വൺ, നത്തിങ്, നണ്ണ്, നോബഡി. ഓക്കെ, പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് അല്ലെങ്കിൽ സോറി സിംഗുലാർ വെർബ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് സിംഗുലാർ ആയിരിക്കും. നോക്കിയ ചോദ്യം. എവരിവൺ ഡാഷ് ഫിനിഷ്ഡ് ദ വർക്ക്. എവരിവൺ ഡാഷ് ഫിനിഷ്ഡ് ദ വർക്ക്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഉത്തരം എഴുതും. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. എവരിവൺ, എവരിവൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എവരിവണ് കഴിഞ്ഞ സിംഗുലാർ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഉത്തരം ഹാസ് ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. സംതിങ് ഡാഷ് ഹാപ്പൻ. കണ്ടല്ലോ, സംതിങ് ആണ് സബ്ജക്റ്റ്. കഴിഞ്ഞ വെർബ് സിംഗുലാർ ആണ്. വില്ലും ഉണ്ട്, വേറും ഉണ്ട്. വില്ല് സിംഗുലാറും ആണ്, പ്ലൂറലും ആണ്. വേറ് പ്ലൂറൽ മാത്രമാണ്. ഈ മൊഡാൽ ഓക്സിലറികളെല്ലാം, മൊഡാൽ ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മുതല്? വില്ല് മുതല് ഓട്ടിറ്റ് വരെ വരുന്ന ഓക്സിലറിക്ക് പറയുന്ന പേരാണ് മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും V1 ആയിരിക്കും. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് V1 ആയിരിക്കാം. അതുപോലെ തന്നെ ഈ വാക്കുകൾ ഈ മൊഡാൽ ഓക്സിലറി മൊത്തവും സിംഗുലാറുമാണ്, പ്ലൂറലുമാണ്. അവ സിംഗുലാർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് വില്ലിനെ അവിടെ ഉത്തരമായിട്ട് എടുക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. നത്തിങ് ഡാഷ് ഹാപ്പൻ. നത്തിങ് ഡാഷ് ഹാപ്പൻഡ്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. നത്തിങ് സബ്ജക്റ്റ് സിംഗുലാർ ആണ്. ഹാസ് സിംഗുലാർ, ഹാവ് പ്ലൂറൽ. ഉത്തരം ഹാസ് ഉത്തരമായിട്ട് വരും. നോ വൺ ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. അടുത്ത ചോദ്യം നോക്കിയേ. നോ വൺ ഡാഷ് റൈറ്റിംഗ് ആൻ എക്സാം. ഈസും ഉണ്ട്, ആറും ഉണ്ട്. ഈസ് സിംഗുലാർ, ആറ് പ്ലൂറൽ. ഉത്തരം ഏതാണ്? ഈസ് നമുക്ക് ഉത്തരമായിട്ട് വരും. ഈസ് ഉത്തരമായിട്ട് വരും. നമ്മൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് പഠിച്ച മൂന്നാമത്തെ റൂളാണ്. ഏതൊക്കെ പറഞ്ഞു? എവരിവൺ, എവരിബഡി, എവരിതിങ്. സംവൺ, സംബഡി, സംതിങ്. എനിവൺ, എനിബഡി, എനിതിങ്. നോ വൺ, നോബഡി, നത്തിങ്, നണ്ണ്. കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ. അടുത്ത റൂൾ നോക്കിയേ. നാലാമത്തെ റൂള് ഇന്ന് പഠിക്കുന്ന നാലാമത്തെ റൂളാണ് മെജോറിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി. രണ്ട് വാക്കുകൾ പറഞ്ഞേ. മെജോറിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറലും വെർബും പ്ലൂറൽ ആയിരിക്കും. സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വാക്കുകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? എ മെജോറിറ്റി, എ മൈനോറിറ്റി. ദ മെജോറിറ്റി, ദ മൈനോറിറ്റി. കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാലും മതി. മെജോറിറ്റി ഓർ മൈനോറിറ്റി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ്, പ്ലൂറൽ വെർബ്. വാക്കുകൾ നമ്മൾ പറയുമ്പോഴത്തേക്കും 4 വാക്കുകളാണ് വരുന്നത്. എ മെജോറിറ്റി, എ മൈനോറിറ്റി. ദ മെജോറിറ്റി, ദ മൈനോറിറ്റി. കഴിഞ്ഞ്
വരുന്ന സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഓക്കേ, ചോദ്യം a majority of the boys dash playing in the ground. കണ്ടല്ലോ, a majority കഴിഞ്ഞിട്ട് boys എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ is ഉം are പ്ലൂറൽ is സിംഗുലർ. അതുകൊണ്ട് തന്നെ are ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയേ, the majority of candidates. the majority ആണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് candidates എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. തുടർന്ന് വരുന്ന വെർബ് എന്ത്? പ്ലൂറൽ has ഉണ്ട് have ഉണ്ട്. dash go to the job. ഏതുത്തരം? have go to the job. അടുത്ത ചോദ്യം നോക്കിയേ, the majority of people dash in God. the majority ആണ് കിടക്കുന്നത്. people എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. people, police, cattle, sheep, army ഇതെല്ലാം പ്ലൂറൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ people പ്ലൂറൽ ആണ്. ഓപ്ഷനിൽ believe ഉണ്ട്, believes ഉണ്ട്. believe V1 ആണ്. believes s ൽ അവസാനിക്കുന്ന വെർബാണ്. s ൽ അവസാനിക്കുന്ന വെർബുകളെല്ലാം സിംഗുലാർ വെർബുകളാണ്. V1 ഫോമിലെ വെർബുകളെല്ലാം പ്ലൂറൽ വെർബുകളാണ്. നമുക്ക് ഏത് ഉത്തരം? believe അവിടെ ഉത്തരമായിട്ട് ഏത് വരുന്നു? believe അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയേ, അടുത്ത റൂളാണ്, വാക്കുകൾ പഠിച്ചോണം. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്. ഒരു വാക്കുകൊണ്ട് എഴുതിക്കണം, ഹാഫ് ഓഫ് കൂടെ ഉണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, HALF, ഹാഫ് ഓഫ്. അപ്പൊ മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്. അപ്പൊ ആ 6 വാക്കുകൾ എന്ന് പറഞ്ഞേ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. വാക്കുകൾ ഒരു തവണയും കൂടാ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, ആ വാക്കുകൊണ്ട് എഴുതിക്കോണേ. ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വെർബ് എഴുതണം. കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ വെർബ് സിംഗുലാർ ആയിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റുകളാണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. വാക്കുകൾ ഏതൊക്കെ? മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, ഹാഫ് ഓഫ് കൂടെ എഴുതി കൊടുക്കണം. ഹാഫ് ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, അതുപോലെ പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ്, പ്ലൂറൽ വെർബ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബ് സിംഗുലാർ. ശ്രദ്ധിക്കുക, ഇവിടെ വരുന്ന സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ അതെപ്പോഴും അൺകൗണ്ടബിൾ നൗണുകളായിരിക്കും കേട്ടോ. സിംഗുലാർ സബ്ജക്റ്റുകളാണെങ്കിൽ വരുന്ന സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കണം? അൺകൗണ്ടബിൾ ആയിരിക്കും. പ്ലൂറൽ ആണെങ്കിൽ വരുന്നത് കൗണ്ടബിൾ നൗണുകളായിരിക്കും. ഓർമ്മയിലിരിക്കുക. ഇവിടെ ചിലപ്പോൾ നൗണിന്റെ ഭാഗമാണ് ഡാഷ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാം. ഓക്കെ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് സിംഗുലാർ വെർബ്. വരുന്ന സിംഗുലാർ സബ്ജക്റ്റുകൾ എപ്പോഴും എന്തായിരിക്കും? അൺകൗണ്ടബിൾ നൗണുകളായിരിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ. വരുന്ന പ്ലൂറൽ വെർബ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗണ്ടബിൾ നൗണുകളായിരിക്കും. ചോദ്യം നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ വർക്ക് ഡാഷ് ഫിനിഷ്ഡ്. മോസ്റ്റ് ഓഫ് ദ വർക്ക് ഡാഷ് ഫിനിഷ്ഡ്. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് ദ വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ. വർക്ക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ഇല്ലേ? സിംഗുലാർ ആണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ഏത് വരും? സിംഗുലാർ. ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഉത്തരം ഹാസ് ഉണ്ട്. അടുത്ത നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പ്ലൂറൽ ആണ്. മോസ്റ്റ് ഓഫ് വരുന്ന സെന്റൻസിൽ ഡാഷ് പ്രസന്റ്, വാസ് ഉണ്ട്, വേർ ഉണ്ട്. ഉത്തരം വാസ് സിംഗുലാർ, വേർ പ്ലൂറൽ. വേർ ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയേ, എ ലോട്ട് ഓഫ് മണി ഡാഷ് വേസ്റ്റഡ്. ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് മണി എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ സിംഗുലാർ ആണ്. തുടർന്ന് വരുന്ന ഉത്തരം സിംഗുലാർ. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഉത്തരം ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഹാഫ് ഓഫ് ദ ആപ്പിൾസ്. ഹാഫ് ഓഫ് നമ്മൾ എഴുതി ചേർക്കാൻ പറഞ്ഞ വാക്കാണ്. അത് കഴിഞ്ഞിട്ട് ആപ്പിൾസ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്. ഇത് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺ ആണ്, അത് പ്ലൂറലും ആണ്. ആറും ഉണ്ട്, ഈസും ഉണ്ട്. ഏത്? സോർ, ഡാഷ് സോർ. ഉത്തരം വരുന്നു ആർ സോർ അവിടെ ഉത്തരമായിട്ട് വരും. ഓക്കെ, മറക്കരുത്. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗുഡ് ഡീൽ ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്. പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് ചെയ്യുന്നുണ്ട് പ്ലൂറൽ വെർബ്. സിംഗുലാർ സബ്ജക്റ്റ്, സിംഗുലാർ വെർബ്. അടുത്ത നോക്കിയേ, 20ാമത്തെ അടുത്ത റൂളാണ് ബോത്ത് ഫ്യൂ
a few several. വാക്കുകൾ പറഞ്ഞ 4 വാക്ക് both, few, a few, several. ഈ വാക്കുകൾ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റും വെർബും പ്ലൂറൽ ആയിരിക്കും. ഏതൊക്കെ വാക്കുകള്? both, ഒരു സെന്റൻസ് തുടങ്ങുന്നത് both, few, a few, several. ഈ വാക്കുകളിലാണെങ്കിൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. വാക്കുകൾ ഒന്നും കൂടെ പറഞ്ഞേ. both, few, a few, several കഴിഞ്ഞ് സബ്ജക്റ്റും വെർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. നോക്കിയേ ചോദ്യം. a few students dash present. a few കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, തുടർന്ന് വരുന്ന വെർബും പ്ലൂറൽ. was കൊണ്ട് were ഉണ്ട്. ഏത് ഉത്തരം? were അവിടെ ഉത്തരമായിട്ട് വരുന്നു. several boys dash playing cricket. is കൊണ്ട് are ഉണ്ട്. is സിംഗുലർ, are പ്ലൂറൽ. ഏത് ഉത്തരം? are അവിടെ ഉത്തരമായിട്ട് വരുന്നു. a few friends dash come to meet me. നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, has കൊണ്ട് have ഉണ്ട്. has സിംഗുലർ, have പ്ലൂറൽ. ഏത് ഉത്തരം? have അവിടെ ഉത്തരമായിട്ട്. ഓക്കേ, അപ്പൊ both, few, a few, several കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റും വെർബും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഓക്കേ, അടുത്ത നോക്കി. ഇത് നന്നായിട്ട് പഠിച്ചോണം. എപ്പോഴും നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതും വളരെ നല്ല ഒരു റൂളുമാണ്. നോക്കിയേ, നമ്പർ ഓഫ് വരുന്ന വാക്കുകളും തുടർന്ന് വരുന്ന വെർബുമാണ് പറയുന്നത്. നോക്കിയേ, ഒരു സെന്റൻസ് a നമ്പർ ഓഫ് തുറന്നു കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് വരുന്ന സെന്റൻസുകളിൽ എപ്പോഴും സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. നമ്പർ ഓഫ് വരുന്ന സെന്റൻസുകളിലെ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. എന്നാൽ വെർബിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. സിംഗുലാറും വരും, പ്ലൂറലും വരും. നോക്കിയേ, a നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, എന്നാൽ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക, a നമ്പർ ഓഫ് പ്ലസ്. ഈ നമ്പർ ഓഫ് വരുന്ന എല്ലാ സെന്റൻസിലും സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. വെർബിൽ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക, a നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്. a നമ്പർ ഓഫ് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കും. എന്നാൽ ദ നമ്പർ ഓഫ് കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ വെർബ് ആയിരിക്കും. ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ് മറന്നു. ദ നമ്പർ ഓഫ് കഴിഞ്ഞാൽ എപ്പോൾ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ. സബ്ജക്റ്റ് പ്ലൂറൽ ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഇനി എ ഗ്രേറ്റ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ടും വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. എ ഗ്രേറ്റ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ടും വരുന്ന സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ തന്നെ, വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇനി എ ലാർജ് നമ്പർ ഓഫ് കഴിഞ്ഞാലും വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. എ സ്മോൾ നമ്പർ ഓഫ് കഴിഞ്ഞാലും വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇതിന്റെയൊക്കെ സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ പറഞ്ഞേ, എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, ദ നമ്പർ ഓഫ് പ്ലസ് സിംഗുലാർ വെർബ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, എ ലാർജ് നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, എ സ്മോൾ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്. ഒരു തവണ കൂടെ, എ നമ്പർ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ്, ദ നമ്പർ ഓഫ് മാത്രമാണ് സിംഗുലാർ വെർബ് വരുന്നത്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് കഴിഞ്ഞാലും പ്ലൂറൽ വെർബ്, എ ലാർജ് നമ്പർ ഓഫ് കഴിഞ്ഞാലും പ്ലൂറൽ വെർബ്, എ സ്മോൾ നമ്പർ ഓഫ് കഴിഞ്ഞാലും പ്ലൂറൽ വെർബ്. ഓക്കേ, നോക്കിയേ, എ നമ്പർ ഓഫ് നമുക്ക് തന്നിരിക്കുന്നതിൽ ദ, ആദ്യത്തെ ചോദ്യം ദ നമ്പർ ഓഫ് ആണ് നടക്കുന്നത്. ദ നമ്പർ ഓഫ് കഴിഞ്ഞ വെർബ് എന്തായിരിക്കണം? സബ്ജക്റ്റ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. വെർബ് സിംഗുലാർ ആയിരിക്കും, പ്ലൂറൽ ആയിരിക്കും? സിംഗുലാർ. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ദ അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡാഷ് ഇൻജുർഡ്, വാസ് ഇൻജുർഡ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത നോക്കിയേ, എ നമ്പർ ഓഫ് ആബ്സെന്റീസ് ഡാഷ് ഇൻജുർഡ്. എ നമ്പർ ഓഫ് ആണ്, ഉത്തരം എന്തായിരിക്കും? സിംഗുലാർ ആയിരിക്കും, പ്ലൂറൽ ആയിരിക്കും? പ്ലൂറൽ ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം ഏത് വരുന്നു? വേർ. വാസും വേറിലും വേർ അവിടെ ഉത്തരമായിട്ട് വരും. ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് ഇൻക്രീസിംഗ് ഇൻ സം സ്റ്റേറ്റ്സ്. നോക്കിയേ, ദ നമ്പർ ഓഫ് ആണ്, ഉത്തരം സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ? ഉത്തരം സിംഗുലാർ. ഈസ് ഉണ്ട്, ആറും. ഈസ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? ഈസ് ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്, ദ നമ്പർ ഓഫ് മാത്രമാണ് സിംഗുലാർ വെർബ് ഉപയോഗിക്കുന്നത്, ബാക്കിയെല്ലാം പ്ലൂറൽ വെർബുകളാണ് ഉപയോഗിക്കുന്നത്. എ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, ദ നമ്പർ ഓഫ് പ്ലസ് സിംഗുലാർ വെർബ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, എ സ്മോൾ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്, എ ലാർജ് നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ വെർബ്. ക്ലിയർ ആണല്ലോ? ഇന്ന് പഠിച്ച റൂളുകൾ എഴുതിയെടുത്ത് എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.